എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്ന വിഷയമെന്ന് പറഞ്ഞാൽ, നിങ്ങളെല്ലാവരും നിങ്ങളുടെ ജാതകം ശ്രദ്ധിച്ചു കാണും. അതിൽ ഒരു ചതുരക്കോളം, അതിനകത്ത് 12 ചെറിയ കോളങ്ങൾ, ആ കോളത്തിനകത്ത് കുറേ ഗ്രഹങ്ങളെ അടയാളപ്പെടുത്തിയിരിക്കും. അപ്പോൾ പണ്ടൊക്കെ ഇത് വൃത്താകൃതിയിലും വരച്ചിരുന്നു. അപ്പോൾ ഈ മേടം മുതൽ മീനം വരെയുള്ള 12 രാശികളെ സൂചിപ്പിക്കുന്നതാണ് ഈ 12 കോളങ്ങളെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് ഈ മേടം മുതൽ മീനം വരെയുള്ള 12 രാശികളെ മനുഷ്യ ശരീര അവയവങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം മേടൻ രാശിക്ക് പറഞ്ഞിരിക്കുന്നത് ശിരസ്സാണ്. അതുപോലെ തന്നെ ഇടവൻ രാശിക്ക് മുഖം പറഞ്ഞിരിക്കുന്നു. അതുപോലെ മിഥുനൻ രാശിക്ക് മാറിടം, അതുപോലെ തന്നെ കർക്കിടകൻ രാശിക്ക് ഹൃദയം, അതുപോലെ ചിങ്ങൻ രാശിക്ക് ഉദരം അല്ലെങ്കിൽ വയറ്, കന്നി രാശിക്ക് അരക്കെട്ട്, അതുപോലെ തന്നെ തുലാം രാശിക്ക് പൊക്കിളിന് കീഴ്വശം, അതുപോലെ വൃശ്ചികൻ രാശിക്ക് പറഞ്ഞിരിക്കുന്നത് ജനനേന്ദ്രിയങ്ങൾ, അതുപോലെ തന്നെ ധനുരാശിക്ക് തുടകൾ, അതുപോലെ മകരൻ രാശിക്ക് പറഞ്ഞിരിക്കുന്നത് കാൽമുട്ടുകൾ, അതുപോലെ കുംഭൻ രാശിക്ക് പറഞ്ഞിരിക്കുന്നത് കണങ്കാല്, അതുപോലെ മീനൻ രാശിക്ക് പറഞ്ഞിരിക്കുന്നത് കാൽപാദങ്ങൾ. അപ്പോൾ ഇങ്ങനെയാണ് ഈ മനുഷ്യ ശരീര അവയവങ്ങളുമായിട്ട് ഈ ഓരോ രാശികളെയും ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ഏതെങ്കിലും ഒരു രാശിക്ക് ദോഷമുണ്ടെന്നുണ്ടെങ്കിൽ ആ രാശിയെ സൂചിപ്പിക്കുന്ന മനുഷ്യ ശരീര അവയവത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്ന് നമ്മൾ ജാതകത്തിൽ അല്ലെങ്കിൽ ഗ്രഹനില നോക്കിയിട്ട് പറയേണ്ടിയിരിക്കുന്നു. ഇപ്പം ഉദാഹരണമായിട്ട് മേടൻ രാശിയിൽ ദോഷമായിട്ട് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം മേടൻ രാശിയുടെ അധിപൻ ചൊവ്വയാണ്, അത് നീചസ്ഥാനത്ത് പോയി, അല്ലെങ്കിൽ മേടൻ രാശിയിൽ ഏതെങ്കിലും പാപഗ്രഹത്തിൻ്റെ ദൃഷ്ടി വരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായാൽ, പ്രത്യേകിച്ച് ചൊവ്വ ദോഷസ്ഥാനത്ത് പോയി കഴിഞ്ഞാൽ ശിരസിനെ സംബന്ധിക്കുന്ന ദോഷമുണ്ടെന്ന് നമ്മൾ പറയണം. കാരണം മൈഗ്രെയിൻ പോലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ അപകടത്തിലൂടെ തലയിൽ മുറിവ് വരാനുള്ള സാധ്യത, ഇങ്ങനെയെല്ലാം തീർച്ചയായിട്ടും നമുക്ക് പറയാം. അതുപോലെ തന്നെ ഇപ്പോൾ ശനിയോ കാര്യങ്ങളൊക്കെ നിൽക്കുകയാണെങ്കിൽ വൃത്തിയില്ലാത്ത തലമുടി, അല്ലെങ്കിൽ വ്രണത്തിൻ്റെ പാട്, താരൻ്റെ ശല്യം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതുമായിട്ട് കണക്ട് ചെയ്ത് തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടതാണ്. ഇങ്ങനെ ഓരോ ഭാവത്തിനും അല്ലെങ്കിൽ ഓരോ രാശിക്കും ഇതുപോലെ പറഞ്ഞിരിക്കുന്ന അവയവങ്ങൾക്ക് ദോഷമുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി, പ്രശ്നമുണ്ടെന്ന് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം.